നാളെ ഖിയാമത്ത് നാളില് പടച്ചവന്റെ കോടതിയിൽ നിൽക്കണമല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ ഹിസാബിന് വേണ്ടി നിൽക്കുമ്പോൾ അവന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയണ്ടേ. ഈ രണ്ട് ചിന്തകൾ എന്റെ ജീവിതത്തിന്റെ എല്ലാ രസങ്ങളും എനിക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് മഹാനായ ഇബ്രാഹിം റഹിമഹുല്ലാഹ്. പ്രിയമുള്ളവരെ, മഹാന്മാരുടെ ചരിത്രങ്ങൾ വായിക്കണേ, മഹാന്മാരുടെ ചരിത്രങ്ങൾ നിങ്ങൾ പഠിക്കണേ. ജീവിതത്തിൽ എത്രത്തോളം സൂക്ഷ്മത പാലിച്ചവരാ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്. രണ്ടാം ഉമർ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് എല്ലാ രാത്രിയിലും ആ നാട്ടിലെ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടുമായിരുന്നു. ആലിമീങ്ങളെ കൊട്ടാരത്തിന്റെ മുന്നിൽ വിളിച്ചുകൂട്ടിയിട്ട് അവിടെ ചർച്ച നടത്തുമായിരുന്നു. എന്തായിരുന്നു ചർച്ച എന്നറിയുമോ? അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള മുഴുവൻ ആലിമീങ്ങളും അവിടെ കടന്നു വരും. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു കൊണ്ടുള്ള ചർച്ച മരണത്തെക്കുറിച്ചുള്ള ചർച്ചയാ. മരണമെന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസം. എപ്പോഴാണ് മരണം സംഭവിക്കുക? മരണത്തിന്റെ വിവിധ മുഖങ്ങൾ, മരണത്തിന്റെ വിവിധ രൂപങ്ങളും ഭാവങ്ങളെ കുറിച്ച് അവർ ചർച്ച ചെയ്യുമായിരുന്നു. പലരും മരണപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. പിന്നെയോ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിന്റെ കൊണ്ടുവെക്കുന്ന ഖബറിന്റെ അവസ്ഥ, പിന്നെ മനുഷ്യരുടെ അവസ്ഥ, അങ്ങനെ പാരത്രീക രോഗത്തിന്റെ ചിന്തകൾ അയവിറക്കിയിട്ട് അവസാനം അവരാ സഭയിൽ നിന്ന് പിരിയുമ്പോ മുമ്പിലൊരു ജനാസ വെച്ചിട്ട് ആ ജനാസയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലെ ഈരെ നടുന്ന കണ്ണുകളിലായി പൊട്ടിക്കരഞ്ഞിട്ടാണ് അവർ എഴുന്നേറ്റ് പോകാറുള്ളതെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങൾ വായിക്കുന്നതൊക്കെ കാണാം. ഈ രീതിയിൽ മരണത്തെ അവർ സ്മരിച്ചിരുന്നു. മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവർ അയവിറക്കിയിരുന്നു. മഹാനായ മഖ്ഹൂൽ റളിയല്ലാഹു അൻഹു നാട്ടിലാരെങ്കിലും മരണപ്പെട്ടിട്ട് ജനാസ കൊണ്ടുപോകുമ്പോ ജനാസ കണ്ടിട്ട് മഖ്ഹൂൽ റളിയല്ലാഹു അൻഹു പറയും, നിങ്ങളെ പ്രഭാതത്തിലെ പള്ളിക്കാട്ടിൽ പോവുകയാണ്, നിങ്ങൾ ഖബറിലേക്ക് യാത്രയാവുകയാണ്. പ്രദോഷത്തിൽ ഞങ്ങളും വരുന്നുണ്ട്, വൈകുന്നേരം ഞങ്ങളും നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. ഈ രീതിയിൽ ജനാസ കാണുമ്പോ പറയുമായിരുന്നു. മുൻഗാമികളുടെ ചരിത്രങ്ങൾ ഇതുപോലെ ധാരാളമുണ്ട്. മഹാനായ അബൂ അംർ ഇബ്നു അലാ റളിയല്ലാഹു തആല അൻഹു വളരെ ചെറുപ്പകാലത്തിൽ തന്നെ നരബാധിച്ച ആളാണ്. ചെറുപ്രായത്തിൽ തന്നെ നരബാധിച്ചു. ആളുകളൊക്കെ ചോദിക്കുമായിരുന്നു, എന്തേ അബൂ അംർ ഇബ്നു അലാ, നിങ്ങളുടെ രോമങ്ങളൊക്കെ നരച്ചിരിക്കുന്നല്ലോ, എന്താ സംഭവിച്ചത്, എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂ അംർ ഇബ്നു അലാ പറയുമായിരുന്നു, അത്രേ ശയ്യബത്തുൽ ജനായിസ്, നാട്ടിൽ മരിക്കുന്ന ഓരോ ജനാസകളെ കണ്ടിട്ട് ആ ജനാസകളെ കുറിച്ച് ചിന്തിക്കുമ്പോ ആ ചിന്തയാണ് എനിക്ക് നരബാധ വരെയുണ്ടാക്കി തന്നത്. പാരത്രീക ലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചുമുള്ള ചിന്ത, ആ ചിന്തയാണ് എന്റെ രോമങ്ങളെ നരപ്പിച്ചു കളഞ്ഞതെന്ന് മഹാനായ സയ്യിദുനാ അബൂ അംർ ഇബ്നു അലാ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലൊരാൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ ആ മരണ വീട്ടിൽ നമ്മൾ പോയിട്ട് എത്ര പേര് മരണവീടിന്റെ മര്യാദകൾ പാലിച്ചവിടെ നിൽക്കാറുണ്ട്? എത്ര പേര് മരണവീടിന്റെ ആദാബുകൾ മര്യാദകൾ പാലിക്കാറുണ്ട്? ഇന്ന് സാധാരണ ഒരാൾ മരണപ്പെട്ടാൽ സാധാരണ ഒരു ചടങ്ങായി മാറിയിട്ട് മയ്യത്ത് കാണുക, മാറി നിന്നിട്ട് എന്റെയും നിങ്ങളുടെയും സംസാരങ്ങൾ എന്താണ്, സംസാരം എന്താ? പ്രിയമുള്ളവരെ, മയ്യത്ത് കണ്ടിട്ട് മാറി നിന്നുകൊണ്ട് നമ്മുടെ ദുനിയാവിന്റെ ചർച്ചകൾ നടത്തുമ്പോ വേദികളിലും അതുപോലെ തന്നെ ദുനിയാവിന്റെ സംസാരങ്ങളുമായി നമ്മൾ സമയം ചെലവഴിക്കുമ്പോ മയ്യത്ത് വീടുകളിലും മരണത്തെക്കുറിച്ചുള്ള സ്മരണ നഷ്ടപ്പെടുത്തി കളയുന്ന വീടുകളായി മാറാറില്ലേ? ഇന്ന് കല്യാണത്തിന് പോകുന്നത് പോലെ, മാർക്കറ്റിൽ ഇറങ്ങാൻ വേണ്ടി നമ്മൾ ഇറങ്ങാറുള്ളത് പോലെ ശരീരത്തിന്റെ കൊഴുപ്പ് കാണിക്കാൻ, ശരീരം
മറച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ ആ ഒരു ആർഭാടം കാണിക്കാൻ, ശരീരത്ത് ധരിച്ചിരിക്കുന്ന ആഭരണം മറ്റു ജനങ്ങളുടെ മുന്നിൽ നിന്ന് കാണിക്കാനുള്ള പ്രദർശനശാലകളായിട്ട് ഇന്ന് ജനാസകൾ വീടുന്ന മയ്യത്ത് വീടുകൾ മാറിയിട്ടില്ലേ? എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, എത്ര പേരാ ജനാസ വീട്ടില് മാനമര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചിട്ട് നിങ്ങൾ ആ വീട്ടിൽ നിങ്ങൾ പോകാറുള്ളത്? എത്ര പേര് ജനാസയുടെ ബന്ധുമിത്രാദികളെ സാന്ത്വനിപ്പിക്കാറുണ്ട്, സമാശ്വസിപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്ന് നാട്ടിലൊരാള് മരണപ്പെട്ടു എന്ന് കേട്ടാ ആഭരണങ്ങൾ വലിച്ചുവാരി ധരിച്ചിട്ട് ശരീരത്തിന്റെ സന്തുഷ്ടമായ ഭാഗങ്ങൾ മറ്റുള്ളവരെ കൊത്തിവലിക്കാൻ പരുവത്തിന് ശരീരം തുറന്നിട്ടിട്ട് മുന്തിയവരം വസ്ത്രം ധരിച്ചുകൊണ്ട് ആർഭാടത്തോടെ വീട് വിട്ട് വെളിയിലിറങ്ങിയിട്ട് മയ്യത്ത് വീട്ടിൽ വന്നു നിൽക്കുമ്പോ ഇന്ന് മയ്യത്ത് വീട് നിന്റെ സൗന്ദര്യം കൊത്തിവലിക്കുന്ന പ്രദർശിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളായിട്ട് മാറുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരിമാരെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ വിളമ്പെത്തി കൊടുക്കല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കല്ലേ. മരണവീട് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവേ ഞാനും ഇതുപോലെ മരിക്കണമല്ലോ, നാളെ ഞാനും ഇതുപോലെ ഒറ്റയ്ക്ക് കിടക്കണമല്ലോ, വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എന്നെയും ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിൽ പോകുമല്ലോ അല്ലാ. ആ ഒരു ചിന്തയുണ്ടാകേണ്ടുന്നതിന് പകരം നമ്മുടെ ദുനിയാവിന്റെ ചർച്ചകളല്ലേ. എത്ര പേര് മയ്യത്ത് വീട്ടിൽ അതിന്റെ മര്യാദ പാലിച്ചു പോകുന്നവരുണ്ട്. പ്രിയമുള്ളവരെ ആലോചിക്കുക, നമുക്കിതൊരു ഗുണപാഠമാകണം. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അധികം ആളുകൾക്കും അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകാറുണ്ട്. മുന്നറിയിപ്പുകാരൻ, മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകാരെല്ലാം നൽകാറുണ്ട്. ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമുണ്ടല്ലേ. ആ ഒരു മുന്നറിയിപ്പുകാരൻ വന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൂട്ടാനും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ അങ്ങനെ ആ മുന്നറിയിപ്പുകാരാന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് അല്ലേ. ഒരു ദിവസം മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇവർ രണ്ടുപേരും ഇടയ്ക്ക് സന്ദർശിക്കാറുണ്ട്. ഇസ്രാഈൽ അലൈഹിസ്സലാം ഇടയ്ക്ക് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുന്നിൽ ചില അവസരങ്ങളിൽ വരാറുണ്ട്. പരസ്പരം അവർ സംസാരിക്കാറുണ്ട്. പരസ്പരം വിശേഷങ്ങളൊക്കെ പരസ്പരം സംസാരിക്കുകയും കൈമാറുകയും ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് സംഭവ്യമാണോ എന്ന് ചോദിച്ചാൽ സംഭവ്യമാണ്, അസംഭവ്യമൊന്നുമല്ല. സംഭവിക്കാം. മലക്കുകൾ പ്രവാചകന്മാരുടെ മുന്നിൽ വന്നിട്ടുണ്ട്. മഹാനായ ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുന്നിലും വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം യാക്കൂബ് നബിയുടെ മുന്നിലെത്തുമ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രാഈലിനോട് ചോദിച്ചു, അല്ലയോ ഇസ്രാഈലേ, അജിഇത സാഇറൻ അം ഖാബില, നിങ്ങളിപ്പോ എന്റെ മുന്നിൽ വന്നത് സാധാരണ രീതിയിൽ എന്നെ കാണാൻ വരുന്നത് പോലെ വന്നതാണോ, അതല്ല എന്റെ റൂഹിനെ പിടിക്കേണ്ടി വന്നതാണോ? സാധാരണ ഇസ്രാഈൽ വരുന്നത് റൂഹിനെ പിടിക്കാനാണല്ലോ അല്ലെ. സാധാരണ ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കാനാണ്. അപ്പൊ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എന്തിനാ നിങ്ങൾ വന്നത്? ഇസ്രാഈൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന് ഞാൻ വന്നത് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രാഈലിനോട് പറഞ്ഞു, നിങ്ങൾ എന്റെ റൂഹിനെ പിടിക്കാൻ വരുന്നതിന് മുമ്പ് എനിക്കൊരു അപേക്ഷയുണ്ട്. ഒരു മുന്നറിയിപ്പുകാരൻ നിങ്ങൾ അയച്ചിട്ട് വേണം എന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ വരേണ്ടത്. അതിനുശേഷമേ നിങ്ങൾ വരാവൂ. ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം യാക്കൂബ് നബിയോട് പറഞ്ഞു, ശരി, ഒന്നല്ല 3 മുന്നറിയിപ്പുകാരെ ഞാൻ അയക്കും. അതിനുശേഷമേ നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാൻ ഞാൻ വരികയുള്ളൂ. അങ്ങനെ കണ്ടു, സംസാരിച്ചു, ഒരു മടങ്ങിപ്പോയി. നാളുകൾ കുറെ കഴിഞ്ഞു. ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം യാക്കൂബ് നബിയുടെ സവിധത്തിലെത്തുകയാണ്. മുന്നിലെത്തുമ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ഇസ്രാഈലേ, അജിഇത സാഇറൻ അം ഖാബില, നിങ്ങൾ എന്നെ കാണാൻ വന്നതാണോ, അതല്ല എന്റെ ആത്മാവിനെ പിടിക്കാൻ നിങ്ങൾ വന്നതാണോ? ഇസ്രാഈൽ പറഞ്ഞു, യാക്കൂബ് നബിയേ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത് നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാനാണ്, റൂഹിനെ പിടിക്കാനാ. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു ചോദിച്ചു, യാ ഇസ്രാഈൽ, ഞാൻ നിങ്ങളോടൊരു വാഗ്ദാനം, ഒരു കരാറ് ചെയ്തിരുന്നല്ലോ, എന്തേ നിങ്ങൾ ആ കരാറ് പൂർത്തീകരിച്ചില്ല?
എന്റെ ആത്മാവിനെ പിടിക്കുന്നതിന് മുമ്പ് 3 മുന്നറിയിപ്പുകാരെ അയക്കാമെന്ന് നീയല്ലേ ഏറ്റത്, പിന്നെന്തേ ആ മുന്നറിയിപ്പുകാരെ അയക്കാമെന്ന് മഹാനായ യാക്കൂബ് നബി ചോദിക്കുമ്പോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാക്കൂബ് നബിയേ, ആ 3 മുന്നറിയിപ്പുകാരെ ഞാൻ അയച്ചിരുന്നല്ലോ, നിങ്ങളെ മനസ്സിലാക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ തെറ്റുകാരനല്ല, ഞാൻ ആ മുന്നറിയിപ്പുകാരെ അയച്ചിരുന്നല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ ആ മുന്നറിയിപ്പുകാരെ 3 പേരും വന്നിരുന്നല്ലോ, എന്തേ നിങ്ങൾ അവരെ തിരിച്ചറിഞ്ഞില്ല? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരാരാണെന്ന് ചോദിക്കുമ്പോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ, ഒന്നാമത്തെ മുന്നറിയിപ്പുകാരാരാണെന്നറിയുമോ? നിങ്ങളുടെ ശരീരത്തിന്റെ കറുത്ത രോമങ്ങൾ ഇതാ നരബാധിച്ചിരിക്കുന്നല്ലോ, ആ നരവൊന്നാമത്തെ മുന്നറിയിപ്പുകാരനാ. മരണമെടുത്തതിന്റെ അടയാളമാണ്. മരണപ്പെടാൻ പോകുന്നു, മരണമെടുത്തിരിക്കുന്നു എന്നതിലേക്ക് വിരുദ്ധുണ്ടെന്ന ഒന്നാമത്തെ മുന്നറിയിപ്പുകാരനാണ് നരയാ. രണ്ടാമത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ, രണ്ടാമത്തെ മുന്നറിയിപ്പുകാരനാരാണെന്നറിയുമോ? മുമ്പ് നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടായിരുന്നു, പഠിച്ചു വെളുത്ത ശരീരമായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു. ആരോഗ്യത്തിന് ശേഷം നിങ്ങളുടെ ശരീരം ഇന്ന് മെലിഞ്ഞിട്ട് ഈ ശരീരത്തിൽ നിന്ന് അനാരോഗ്യമാണല്ലോ ഈ ശരീരത്തിലുള്ളത്. ഈ ആരോഗ്യമില്ലാത്ത അവസ്ഥ രോഗം പിടിവിട്ട് കഴിഞ്ഞാ നിങ്ങളെ മനസ്സിലാക്കിക്കോ, അത് രണ്ടാമത്തെ മുന്നറിയിപ്പുകാരനാ. മൂന്നാമത് യാക്കൂബ് നബിയോട് അസ്രായീൽ പറഞ്ഞു, നബിയേ, മുമ്പ് ശരീരത്തിന്റെ ഭാഗങ്ങൾ, നേരെ നിന്ന ഭാഗങ്ങളൊക്കെ ഇന്ന് വളഞ്ഞൊടിഞ്ഞിരിക്കുന്നില്ലേ? എത്രയോ ആളുകൾ നേരെ നിന്നവരെ നടുവൊടിഞ്ഞിട്ടൊന്ന് കുനിഞ്ഞിരിക്കുന്നു. നബിയേ, ഇത് 3ാമത്തെ അടയാളമാണ്, മുന്നറിയിപ്പുകാരനാണെന്ന് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ യാക്കൂബ് നബിയോട് പറയുമ്പോ, എന്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ അധികം ആളുകൾക്കും ഈ 3 മുന്നറിയിപ്പുകാരെ അല്ലാഹു നൽകിയിട്ടായിരിക്കും അസ്രായീൽ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി അവന്റെ അടുക്കലേക്ക് പോകുക. ഈ 3 മുന്നറിയിപ്പുകാരെ കണ്ടിട്ടും കണ്ടില്ലാതെ നടക്കുന്നവര്, ഈ മുന്നറിയിപ്പുകാരെ കണ്ടിട്ട് ഈ മുന്നറിയിപ്പുകാരെ തള്ളിക്കളയുന്ന സമൂഹമേ, നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ സൂക്ഷിക്കുക. നര 1ാമത്തെ അടയാളമാണെന്ന് പറയുമ്പോ ഈ നരകളും 70, 80 വയസ്സെത്തിയ പ്രായമുള്ള ഉപ്പാപ്പമാര് നരബാധിച്ചവരെന്ന് അവരുടെ രോമങ്ങൾ, നരബാധിച്ച രോമങ്ങളെന്ന് ഡൈ ചെയ്തിട്ടെന്ന് കരപ്പിച്ചുകൊണ്ട് നടക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തേ നിങ്ങളെ മരണത്തിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുകയാണ്? ആ നരബാധിച്ച മുടിയങ്ങ് കരപ്പിച്ചു എന്നതിന്റെ പേരില് അസ്രായീൽ നിങ്ങളുടെ മുന്നിൽ വരില്ല എന്നാണ് നിങ്ങൾ ഭാവിക്കുന്നത്. നിങ്ങളുള്ളവരെ ആലോചിച്ചു നോക്കണം. ഇനി എത്ര നാളുണ്ട്? ഇനി എത്ര നാള് ദുനിയാവിനോടുണ്ട്? ദുനിയാവിന്റെ ആയുസ് കുറഞ്ഞിന് ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയല്ലേ? കളിവിനോദങ്ങളും തമാശകളും ഒന്ന് മാറ്റണ്ടേ? ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ? ഖബറിന്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ഇനിയെങ്കിലും ചെയ്യണ്ടേ? ആടുള്ള കാലത്ത് കക്കാനും മോഷ്ടിക്കാനും മറ്റുള്ളവനെ പറ്റിക്കാനും ആസ്വദിക്കാനും അതുപോലെ തന്നെ കൊട്ടേഷൻ പേര് പറഞ്ഞിട്ട് അടിയുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും കൊലപാതകത്തിനും നടന്നിട്ട് അവസാനം പ്രായാധിക്കുന്ന ഈ സമയത്തെങ്കിലും നിന്റെ റബ്ബിലേക്ക് മടങ്ങി ഒരു സുബ്ഹാനെന്ന് പറഞ്ഞ അതല്ലേ നിനക്ക് ഉപകരിക്കുക? അതുപോലും ചിന്തിക്കാനുള്ള മനസ്സില്ലാതായി പോയില്ലേ? നമ്മുടെയൊക്കെ വീടുകൾ കണ്ടാൽ ഒരു ഉത്സവപ്പറമ്പ് പോലെ അല്ലേ? നമ്മുടെയൊക്കെ വീടുകൾ ചീഞ്ഞണൂനാറിയ പാശ്ചാത്യന്റെ ചീഞ്ഞണൂനാറിയ സംസ്കാരങ്ങൾ. എന്റെയും നിങ്ങളുടെയും വീടുകളിൽ സന്ധ്യ സമയത്ത് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന മഗ്രിബ് നമസ്കരിച്ച് ആ മുസല്ലയിൽ നിന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പാരായണം ചെയ്യാൻ ഹബീബായ നബി തന്നെ പഠിപ്പിച്ച സൂറത്തുൽ വാഖിയും അതുപോലെ തന്നെ മരണപ്പെട്ടവന്റെ ഖബറിൽ ശിക്ഷയുണ്ടെങ്കിൽ അത് ലഘുവാക്കി കൊടുക്കുമെന്ന് പഠിപ്പിച്ച സൂറത്ത് യാസീനും പാരായണം ചെയ്തിട്ട് വളർന്നു വരുന്ന ഭാവിയിലെ വാഗ്ദാനങ്ങളായ കുരുന്നുകളുടെ മനസ്സിലേക്ക് ഈമാനിനെയും ഇസ്ലാമിനെയും ഇൻഡക്ട് ചെയ്ത് കൊടുക്കേണ്ട, സ്വലാത്ത് ചൊല്ലി പഠിപ്പിക്കേണ്ട, ദിക്റുകൾ ചൊല്ലി പഠിപ്പിക്കേണ്ട, പൂർവ്വകാല സമുദായത്തിന്റെ ചരിത്രങ്ങൾ പഠിപ്പിക്കേണ്ട,
കൊടുക്കേണ്ട, അതുപോലെ തന്നെ പ്രവാചകന്മാർ ജീവിതത്തിൽ നിങ്ങൾക്ക് ത്യാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട, വീട്ടിലെ ഉമ്മമാരിന്റെ കോമാളി വേഷം കെട്ടിയിട്ട് തീഞ്ഞളഞ്ഞാറി സംസ്കാരങ്ങൾ മുഴുവനും സംസ്കീകരിച്ചിട്ട് വീട് മുഴുവനും നശിച്ച് പിശാചിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ സമാധാനമില്ല, കുടുംബത്തിൽ സന്തോഷമില്ല, ഭാര്യയും ഭർത്താവും തമ്മിലെന്ന് മതി, മക്കൾ മദ്യപിച്ചു വന്നിട്ട് മാതാപിതാക്കൾ മതി, പറഞ്ഞാൽ കേൾക്കൂല, അനുസരണയില്ല, എന്നും പ്രശ്നങ്ങളും എന്നും കലാപങ്ങളും എന്നും കാലുഷ്യങ്ങളുമാണ്. എങ്ങനെ സമാധാനം കിട്ടാൻ? പാപ്പായും ഉമ്മായും നമസ്കരിക്കാതെ മക്കൾ